ഡൽഹിയിലെ ജന്തർ മന്ദർ വീണ്ടും പുകയുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. ഈ സമരത്തെക്കുറിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും വലിയ രണ്ട് തരം അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. ഒരു വിഭാഗം ജനങ്ങൾ പറയുന്നത് സ്വന്തം ഭാവി തകർന്ന വിദ്യാർത്ഥികളുടെ ന്യായമായ സമരമാണ് ഇതെന്നാണ്. എന്നാൽ മറുവിഭാഗവും ഭരണകൂട അനുകൂലികളും വാദിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷം നടത്തുന്ന രാഷ്ട്രീയ നാടകമാണ് ഈ സമരം എന്നാണ്. പക്ഷേ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് തെരുവിൽ നിൽക്കുന്ന ഈ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ന്യായമാണോ? ഈ ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്നത് പെട്ടെന്ന് ഇന്നോ ഇന്നലെ ഉണ്ടായ ഒരു പ്രതിഭാസമാണോ? തീർച്ചയായും അല്ല. BJP കേന്ദ്രത്തിൽ ഭരണത്തിൽ വന്ന 2014 മുതൽ അവർ ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരം നിരവധി വൻകിട ചോദ്യപേപ്പർ ചോർച്ചകൾ നടന്നിട്ടുണ്ട്. കേവലം ഏതാനും ആളുകൾക്ക് പണം കിട്ടാൻ വേണ്ടി മാത്രം നടന്ന അഴിമതികളല്ല ഇവ. പകരം കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ഇന്ത്യൻ യുവാക്കളുടെ സ്വപ്നങ്ങളെ തകർത്ത സംഭവങ്ങളാണ്. എന്താണ് ആ കറുത്ത ചരിത്രം? ഏതെല്ലാം പ്രധാന പരീക്ഷകളാണ് അട്ടിമറിക്കപ്പെട്ടത്? വിശദമായി തന്നെ പരിശോധിക്കാം. നമുക്ക് ഏറ്റവും സമീപകാലത്ത് നടന്ന ദേശീയ തലത്തിലെ രണ്ട് വൻ അട്ടിമറികളിൽ നിന്ന് തന്നെ തുടങ്ങാം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന രാജ്യത്തെ ഏറ്റവും വലിയ പ്രവേശന പരീക്ഷയായ നീറ്റ് UG 2024. ഇന്ത്യയിലെ കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വർഷങ്ങളോളം കോച്ചിങ് സെന്ററുകളിൽ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചാണ് മെഡിക്കൽ പ്രവേശന പരീക്ഷ എഴുതുന്നത്. എന്നാൽ 2024 ബീഹാറിലെ പട്നയിൽ പരീക്ഷ നടക്കുന്നതിന് തലേ ദിവസം തന്നെ ചോദ്യപേപ്പറുകൾ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് മാഫിയകൾക്ക് ചോർന്നു നൽകി. ഒരേ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്ന് നിരവധി ആളുകൾക്ക് 1ാം റാങ്ക് കിട്ടുന്ന വിചിത്രമായ സാഹചര്യം വരെ ഉണ്ടായി. ഈ സംഭവം പുറത്തു വന്നതോടെ CBI അന്വേഷണം ഏറ്റെടുക്കേണ്ടി വരികയും വിഷയം സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ വരെ എത്തുകയും ചെയ്തു. ഇതിന്റെ ആഘാതം മാറും മുൻപാണ് തൊട്ടടുത്ത ദിവസം UGC നെറ്റ് 2024 പരീക്ഷ വരുന്നത്. ഇന്ത്യയിലെ സർവകലാശാലകളിൽ അസിസ്റ്റന്റ് പ്രൊഫസറാകാനും ഗവേഷണം നടത്താനും ലക്ഷ്യമിട്ട് 9 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ എഴുതിയ പരീക്ഷ. എന്നാൽ പരീക്ഷ കഴിഞ്ഞ് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് ഈ ചോദ്യപേപ്പർ ഡാർക്ക് വെബിൽ ചോർന്നതായി വിദ്യാഭ്യാസ മന്ത്രാലയം തന്നെ സ്ഥിരീകരിച്ചു. പരീക്ഷ പൂർണ്ണമായി റദ്ദാക്കി. മാസങ്ങളുടെ കഠിനാധ്വാനം ഒറ്റ രാത്രി കൊണ്ട് അറബിക്കടലിലായി എന്ന് തന്നെ പറയാം. ദേശീയ പരീക്ഷകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. BJP സ്വന്തമായി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താണ്? അവിടെയും സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. അതിൽ ആദ്യത്തേത് ഉത്തർപ്രദേശിലെ യോഗി സർക്കാരിൻ്റെ പരാജയങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ 2024 ഫെബ്രുവരിയിലാണ് UP പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷ നടക്കുന്നത്. കേവലം 60,000 ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചത് എത്ര പേരായിരുന്നു? 48 ലക്ഷത്തിലധികം യുവാക്കൾ. പരീക്ഷ എഴുതാൻ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ബസിന്റെ മുകളിലും ട്രെയിനിന്റെ വാതിലിൽ തൂങ്ങിക്കിടന്നും വന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾ. പക്ഷേ പരീക്ഷ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചോദ്യപേപ്പർ ടെലഗ്രാമിലും വാട്സപ്പിലും വിറ്റഴിക്കപ്പെട്ടു. വൻ പ്രതിഷേധത്തെ തുടർന്ന് യോഗി ആദിത്യനാഥ് സർക്കാരിന് പരീക്ഷ റദ്ദാക്കേണ്ടി വന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. 2021 UP ടെറ്റ് എക്സാം ചോദ്യപേപ്പർ ചോർന്നു. 2022 UP ബോർഡ് 12ാം ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷ 24 ജില്ലകളിൽ റദ്ദാക്കി. അസിസ്റ്റന്റ് റിവ്യൂ ഓഫീസർ പരീക്ഷയുടെ ചോർച്ചയും UP സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കി. ഇതേപോലെ മറ്റൊരു സംഭവം നടക്കുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ആ ചോർച്ച മോഡൽ നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി BJP തടസ്സമില്ലാതെ ഭരിക്കുന്ന ഗുജറാത്തിനെ വികസന മോഡൽ എന്നാണ് അവർ വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ ഉദ്യോഗാർത്ഥികളുടെ കണ്ണിൽ അതൊരു ചോർച്ച മോഡലാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഗുജറാത്തിൽ മാത്രം 10ലധികം പ്രധാന സർക്കാർ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് ചോർന്നത്. 2018 RD സബ് ഇൻസ്പെക്ടർ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നിരുന്നു. അതേപോലെ തന്നെ 2021 ഹെഡ് ക്ലാർക്ക് പരീക്ഷ,
2023 9.5 ലക്ഷം പേർ അപേക്ഷിച്ച ജൂനിയർ ക്ലർക്ക് പരീക്ഷ തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ചോദ്യപേപ്പർ ചോർന്ന് പരീക്ഷ റദ്ദാക്കി. ഗുജറാത്തിലെ യുവാക്കൾക്ക് സർക്കാർ ജോലി എന്നത് ഒരു ലോട്ടറി പോലെയായി മാറിയ അവസ്ഥയാണ് അവിടെയുള്ളത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചോദ്യപേപ്പർ ചോർച്ച എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേരാണ് മധ്യപ്രദേശിലെ വ്യാപം അഴിമതി. BJP ഭരണത്തിന് കീഴിൽ നടന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിക്രൂട്ട്മെന്റ് അഴിമതിയായിരുന്നു അത്. മെഡിക്കൽ എൻട്രൻസ് മുതൽ പോലീസ് നിയമനം വരെയുള്ള 13ഓളം പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ വിൽക്കപ്പെടുകയും ആൾമാറാട്ടം നടത്തുകയും ചെയ്തു. ഈ കേസ് അന്വേഷിച്ച മാധ്യമപ്രവർത്തകരും സാക്ഷികളും ഉൾപ്പെടെ 40ലധികം ആളുകൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത് രാജ്യത്തെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു. സമീപകാലത്ത് 2022 മധ്യപ്രദേശിലെ പ്രൈമറി സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ ചോദ്യപേപ്പറിന്റെ സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. എങ്ങനെയാണ് ഈ ചോദ്യപേപ്പറുകൾ ചോരുന്നത്? ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് വലിയൊരു ചോദ്യപേപ്പർ മാഫിയ തന്നെയാണ്. പരീക്ഷ നടത്തുന്ന സ്വകാര്യ ഏജൻസികൾ, ചോദ്യപേപ്പർ അച്ചടിക്കുന്ന പ്രസ്സുകളിലെ ജീവനക്കാർ, ഇടനിലക്കാരായ കോച്ചിംഗ് സെന്ററുകൾ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന കോടികളുടെ റാക്കറ്റാണ് ഇതിനു പിന്നിൽ. ഒരു ചോദ്യപേപ്പറിന് 10 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ വരെയാണ് ഇവർ ഈടാക്കുന്നത്. ഇതിന്റെ സാമ്പത്തികവും മാനസികവുമായ ആഘാതം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സാധാരണക്കാരനായ ഉദ്യോഗാർത്ഥി ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അപേക്ഷാ ഫീസ്, കോച്ചിംഗ് ഫീസ്, യാത്ര, താമസം എന്നിവയ്ക്കായി ആയിരക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. പരീക്ഷ റദ്ദാക്കുമ്പോൾ സർക്കാരിനത് കേവലം ഒരു കടലാസ കഷ്ണം മാത്രമായിരിക്കാം. എന്നാൽ ആ വിദ്യാർത്ഥികളുടെയും കുടുംബത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതിയാണ് അവിടെ തകരുന്നത്. വയസ്സ് തികയുന്നതോടെ പലർക്കും പരീക്ഷ എഴുതാനുള്ള അവസരം പോലും എന്നേക്കുമായി നഷ്ടപ്പെടുന്നു. നമുക്ക് വീണ്ടും ജന്തർ മന്ദറിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ ഭരിക്കുന്നത് BJP ആണോ കോൺഗ്രസ് ആണോ എന്ന രാഷ്ട്രീയത്തിനപ്പുറം ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയായി പേപ്പർ ചോർച്ചകൾ മാറിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ 2024 പബ്ലിക് എക്സാമിനേഷൻസ് ആക്ട് എന്ന പേരിൽ ശക്തമായ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. കുറ്റക്കാർക്ക് 10 വർഷം തടവും 1 കോടി രൂപ പിഴയുമാണ് ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നത്. പക്ഷേ നിയമങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ചോദ്യപേപ്പർ അച്ചടിക്കുന്നത് മുതൽ പരീക്ഷാ ഹാളിൽ എത്തിക്കുന്നത് വരെയുള്ള പ്രക്രിയയിൽ ഡിജിറ്റൽ സുരക്ഷയും സുതാര്യതയും ഉറപ്പുവരുത്താൻ നമ്മുടെ സിസ്റ്റത്തിന് കഴിയുന്നുണ്ടോ? ഒരു പരീക്ഷ തോറ്റാൽ അത് തിരുത്താം. എന്നാൽ ചോർന്നുപോയ ഒരു പരീക്ഷ നമ്മുടെ രാജ്യത്തെ യുവാക്കളുടെ സിസ്റ്റത്തിലുള്ള വിശ്വാസത്തെയാണ് തകർക്കുന്നത്. ഇന്ന് ജന്തർ മന്ദറിൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ആ യുവാക്കൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആഹ്വാനം കേട്ട് വന്നവരായിരിക്കാം, അല്ലെങ്കിൽ അല്ലാതിരിക്കാം. എന്നാൽ അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ നമ്മുടെ ജനാധിപത്യ ഭരണകൂടങ്ങൾ കേട്ടില്ല എന്ന് നടിച്ചാൽ ഇന്ത്യയുടെ ഭാവി വാർത്തെടുക്കേണ്ട ഒരു വലിയ തലമുറ നിരാശയിലേക്ക് കൂപ്പുകുത്തും. ചോദ്യപേപ്പർ ചോർച്ചകൾ അവസാനിപ്പിക്കാൻ വാക്കുകളല്ല, മറിച്ച് കർശനവും സുതാര്യവുമായ മാറ്റങ്ങളാണ് ഇനി നടപ്പിലാക്കേണ്ടത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിൽ കൂടുതൽ കർശനമായ നടപടികൾ എടുക്കേണ്ടതുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.